അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രികയിൽ വളരെ കൃത്യമായി തന്നെ നിരീക്ഷണം പേജിൽ ത്യാഗത്തിൽ നമുക്കും കൂട്ടുകൂടാം എന്ന വലിയ തലക്കെട്ടിൽ വെള്ളിത്തെളിച്ചം എന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട TH ദാരിമി ഉസ്താദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ലേഖനമാണ്. ഏറെ മനസ്സിൽ തട്ടിയുള്ള ഒരു ലേഖനമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മുന്നിൽ കൂടി അവതരിപ്പിക്കണമെന്നുള്ളൊരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ TH ദാരിമി ഉസ്താദിൻ്റെ ആ ഒരു ലേഖനം കൃത്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഹജ്ജ് ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. ഹജ്ജ് വഴി ഓർമ്മിക്കപ്പെടുന്നതെല്ലാം ഏറ്റവും വലിയ ത്യാഗങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ ദൗത്യ നിർവഹണത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് നേരിട്ട വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി വഹിച്ച ത്യാഗങ്ങൾ, ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കും, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്കും, ഈജിപ്തിൽ നിന്ന് പരിശുദ്ധ മക്കയിലേക്കും വിവിധ വികാരങ്ങൾ പേറി ചെയ്യേണ്ടി വന്ന പലായനങ്ങളുടെ ത്യാഗങ്ങൾ, ഇന്നലെയും ഇണയെയും മകനെയും വിജനതയിൽ വിട്ടേച്ചു പോരുമ്പോൾ ഏകാന്തതയിലും ദാരിദ്ര്യത്തിലും പിച്ചവെച്ച് വളർന്നു വന്ന മകനെ ബലി നൽകാൻ കത്തിയെടുക്കുമ്പോഴും ഭൂമധ്യത്തെ അടയാളപ്പെടുത്തുന്ന വിശുദ്ധ കഅബാലയം ഇനി ലോകാവസാനം വരേക്കും വേണ്ടി പടുത്തുയർത്തുമ്പോഴും എല്ലാം അനുഭവിച്ച നിരന്തര ത്യാഗങ്ങൾ, ഇതെല്ലാം ലോകത്തിൻ്റെ മനസ്സിൽ മായാതെ മങ്ങാതെ എന്നെന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. ത്യാഗം എന്ന മഹത്തായ അർത്ഥത്തെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്ന്. ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി 30 ലക്ഷം തീർത്ഥാടകർ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിലൂടെ ഭൂമികയിൽ ആ ത്യാഗത്തെ വീണ്ടും തെളിയിക്കുമ്പോൾ അവർ പ്രതിനിധീകരിക്കുന്ന ലോക മുസ്ലിങ്ങൾക്കും യാത്രയപ്പിനപ്പുറം ചിലത് ചെയ്യാനുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ത്യാഗത്തോടെയുള്ള ഐക്യദാർഢ്യം എന്നോണം ഈ ദിനത്തിൽ മുസ്ലിം ലോകത്തിന് ചെയ്യാനുള്ളത്. 1. ഉൽഹിയ്യത്ത് കർമ്മം, 2. അറഫ വ്രതം, 3. അല്ലാഹു അക്ബർ എന്ന തക്ബീർ പ്രഭാഷണം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൽഹിയ്യത്ത് എന്ന ബലിദാനം തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെരുന്നാൾ ദിനത്തിൽ ബലിദാനത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവും ഒരു വിശ്വാസിക്ക് ചെയ്യാനില്ല. തീർച്ചയായും ആ ബലിമൃഗം അതിൻ്റെ കൊമ്പുകളും രോമങ്ങളും കുളമ്പുകളും സഹിതം അന്ത്യനാളിൽ ഹാജരാവുക തന്നെ ചെയ്യും. തീർച്ചയായും ബലിമൃഗത്തിൻ്റെ രക്തം നിലത്ത് വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഒരു വലിയ സ്ഥാനത്ത് വീഴും. അതിനാൽ നിങ്ങൾ സന്മനസ്സോടെ അത് നിർവഹിക്കുക. ഇതിന് ഇത്രമേൽ പ്രാധാന്യവും പ്രതിഫലനവും കൈവരാൻ ഒരു ന്യായമുണ്ട്. അതും മറ്റൊന്നുമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം മകനെ ബലി നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ അത്ര മതി, ഇനി ഇതിനെ ബലി നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബലിമൃഗത്തെ കൊടുത്തയച്ചത് അള്ളാഹുവാണ്. അള്ളാഹു കൊടുത്തയച്ച ബലിമൃഗത്തെ അറുത്ത് ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. ഇതിനാൽ ഇത് അള്ളാഹു നേരിട്ട് നടത്തിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് തുടങ്ങിയത്. അത് നാമായിട്ട് മുടക്കം വരുത്തിക്കൂടാ എന്നത് ഒരു കാര്യം, അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അടിമകൾ ഇങ്ങനെ ചെയ്താൽ അതിനെ വലിയൊരു ത്യാഗമായി അള്ളാഹു അംഗീകരിക്കും എന്ന് നേരിട്ട് പഠിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ എന്നതാണ്. അതിനാൽ ഇസ്ലാം താൽപ്പര്യപ്പെടുന്നത് കൊണ്ട് ബലി സമ്പൂർണമായ
ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി ആയിരിക്കണമെന്നും അക്കാര്യത്തിൽ ഉദാസീനതയോ പരിഗണക്കുറവോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കണിശമായ ജാഗ്രത വേണ്ടതുണ്ട് എന്നുമാണ്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര നിയമങ്ങളും നിലപാടുകളും ചേർത്ത് വച്ച് നോക്കിയാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇസ്ലാമിലെ ഉളുഹിയ്യത്തിൽ ബലിയെറുക്കുന്ന മൃഗം കേവലം പ്രതീകാത്മകമാണ്. അത് നിർവഹിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭക്തിയാണ് പ്രധാനം, അതിനാണ് മൂല്യം. അള്ളാഹു പറയുന്നു, അവയുടെ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കൽ എത്തുന്നതേയല്ല, എന്നാൽ നിങ്ങളുടെ ധർമ്മിഷ്ഠമായ അവനിങ്കൽ എത്തുന്നതാണ്. നിങ്ങളുടെ ധർമ്മിഷ്ഠതയാണ് അവനിങ്കൽ എത്തുന്നത്. അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കേണ്ടതായി അവകാശം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തിക്കൊണ്ട്, നബിയെ, സദ്വൃത്തങ്ങൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. സർവൃത്തർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതായത് ബലികർമ്മത്തിൻ്റെ ലക്ഷ്യം കേവലം അറുക്കുക എന്നത് മാത്രമല്ല, ആ മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ ഒന്നും തന്നെ അള്ളാഹുവിലേക്ക് എത്തുകയുമില്ല. മറിച്ച് ആ കാര്യത്തിലുണ്ടാവുന്ന ഇഖ്ലാസും പ്രതിഫലച്ചയും നല്ല നീയത്തും മാത്രമേ അവനിങ്കിലേക്ക് എത്തുകയുള്ളൂ. മനോനിലയാണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്ന് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ കർമ്മശാസ്ത്രപരമായി പരിഗണിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാകുന്നു. അത് രണ്ടുമാണ് അള്ളാഹു സ്വീകരിക്കാൻ ആവശ്യമായ മനോനിലയെ രൂപപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് നെയ്യത്ത് എന്ന ഉദ്ദേശം തന്നെ. ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോഴോ അറുക്കുമ്പോഴോ ഇത് തൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്താണ് എന്ന് കരുതണമെന്നാണ് നിയമം. സുന്നത്ത് എന്നത് പ്രത്യേകം പറയാതിരുന്നാൽ അത് നിർബന്ധമായി പോകും എന്നാണ് പണ്ഡിതരുടെ പക്ഷം. അങ്ങനെ വരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിതരണത്തിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും എന്നതു മാത്രം. അറിവല്ല, അറിവിൻ്റെ മനസ്സാണ് അറിവിനെ കർമ്മമാക്കുന്നത്. അതുകൊണ്ട് ഒരാൾ അറിയാതെ അയാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. പ്രവാസികൾക്കോ മറ്റോ വേണ്ടി നാട്ടിൽ ആരെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കുകയാണ് എങ്കിൽ അവിടെ വ്യക്തമായ വക്കാലത്ത് വേണമെന്നത് പറയുന്നതും ഇതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, താൻ സമർപ്പിക്കുന്നത് ഏറ്റവും വിലപ്പെട്ടതു തന്നെയാണ് എന്ന ബോധ്യം ഉണ്ടാകാൻ ബലിമൃഗം ആരോഗ്യം, അഴക്, രൂപം, വിലമതിപ്പ് എന്നിവയിലെല്ലാം ഉള്ളതായിരിക്കണം. 2 വയസ്സ് തികഞ്ഞ് മുന്നിലേക്ക് പാദമൂന്നുന്ന ആടുകളെയോ മാടുകളെയോ ആണ് ബലിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. ഒട്ടകങ്ങളുടെ ആയുർദൈർഘ്യം കൂടുതലാണ് എന്നതിനാൽ അവയ്ക്ക് 5 വയസ്സ് പ്രായമായിരിക്കണം എന്നാണ് നിർബന്ധം. ഈ പ്രായത്തിൽ സവിശേഷത അത് ശൈശവം കടന്നതും എന്നാൽ വാർദ്ധക്യത്തിൻ്റെ ഒരു നിരക്കും അസഹിതകളും ഇല്ലാത്തതുമായ ഒത്തതും ആകർഷവുമായിരിക്കും എന്നതാണ്. അതോടൊപ്പം രോഗം, ഗർഭം, വ്യക്തമായ വൈകല്യം തുടങ്ങിയ ഒന്നുമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ചെവി മുറിഞ്ഞത്, വാല് മുറിഞ്ഞത് തുടങ്ങിയവയൊക്കെ ന്യൂനതകളാണ്. കേവലം ഇറച്ചിക്ക് വേണ്ടിയുള്ളതല്ല ഈ അറവ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ചെവിയിൽ ദ്വാരമോ അഗ്രത്തിൽ കീറലോ ഉണ്ടെങ്കിൽ അത് വിഷയമാക്കേണ്ടതില്ല. ആരാധനാത്മക മനോനിലയിലേക്ക് നയിക്കുന്ന ഘടകമാണ് നിശ്ചിത സമയത്ത് തന്നെ അറുക്കുക എന്നത്. പെരുന്നാൾ നമസ്കാരം, ഖുതുബ എന്നിവ കഴിഞ്ഞതു മുതൽ ദുൽഹജ്ജ് 13 സന്ധ്യ വരെ ഇതിന് സമയമുണ്ട്. ശറയിൽ പരിഗണിക്കപ്പെടുന്ന കാര്യകാരണങ്ങൾ ഇല്ലെങ്കിൽ പകലിൽ തന്നെയാണ് അറുക്കേണ്ടത്. ഒരാൾ 1 എന്ന അർത്ഥത്തിൽ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണാർത്ഥത്തിലെത്തുന്നത്. എന്നാൽ വലിയ മാടുകളെ ഓരോരുത്തർക്കും സ്വന്തമായി വാങ്ങാനും വഹിക്കാനും
കഴിഞ്ഞെന്ന് വരില്ല. സമ്പന്നന്മാരെ പോലെ ദരിദ്രരെയും ഇസ്ലാം ഇത്തരം കാര്യങ്ങളിൽ പരമാവധി പരിഗണിക്കുന്നുണ്ട്. അതിനാൽ മാടുകളിൽ പരമാവധി 7 ആൾക്ക് വരെ പങ്കാളികളാകാം. ഈ പങ്കാളിത്തം 7 ആടിനും കൃത്യം സമം എന്ന കണക്കിൽ ആയിരിക്കണമെന്നത് പണ്ഡിതന്മാർ നിഷ്കർഷിക്കുന്നുണ്ട്. ആട് ഏറ്റവും ചുരുങ്ങിയ സ്വതന്ത്ര ഏകകമാണ്. അതിൽ പങ്കാളിത്തമില്ല. ഇതേ ആരാധനാത്മകത ഉണ്ടായിരിക്കാൻ വേണ്ടി അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ മാസം മുതൽ ആ ചിന്തയിൽ കഴിഞ്ഞുകൂടണം എന്നാണ്. അവൻ്റെ ശരീരത്തിലെ താടിരോമങ്ങൾ, നഖം തുടങ്ങിയവ ഒന്നും നീക്കം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ഇക്കാലത്തുണ്ടാകുന്ന ശരീര ഭാഗങ്ങൾക്കെല്ലാം ഈ പ്രതിഫലം ലഭിക്കണം. ഇതൊരു ഐച്ഛിക നിർദ്ദേശം മാത്രമാണ്. നിർബന്ധമായി വരുന്നതോ നിർബന്ധിതമായോ ആയ സാഹചര്യങ്ങളിൽ അതാകാവുന്നതാണ്. ഉദാഹരണമായി പല്ല് ഇടിക്കേണ്ടി വന്നാൽ അത് എടുത്തു കളയണം. സുന്നത്തായ ഉളഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഉടമ അല്പം ഭക്ഷിക്കുകയും ബാക്കിയുള്ളത് പണക്കാരൻ പാവപ്പെട്ടവൻ വ്യത്യാസമില്ലാതെ എല്ലാ മുസ്ലിമുകൾക്കും വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. 3-ൽ 2 ദാനം ചെയ്യുന്നത് അഭികാമ്യമാണ് എന്ന് പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. ഇത് മതപരമായ ഒരു ആരാധനയും വൈകാരിക സ്വാംശീകരണവുമാണ്. അതിനാൽ അതിൽ നിന്ന് അവിശ്വാസികൾക്ക് നൽകുന്നതോ അവരെ അത് ഉപയോഗിച്ച് സൽക്കരിക്കുന്നതോ അനുവദനീയമാവില്ല. ബലിമൃഗത്തിൻ്റെ തോല് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയോ ആർക്കെങ്കിലും ദാനം ചെയ്യുകയോ മാത്രമേ പാടുള്ളൂ. 2-ാമത്തേത് അറഫ ദിനത്തിലെ വ്രതമാണ്. ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുകയാണ്. അന്ന് അവിടെ അവർക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ്. അറഫയിൽ വെച്ച് അറഫ ദിവസത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന തീർച്ചയായും ഉത്തരമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിനമാണ്. അതിനാൽ അതിൻ്റെ ആത്മീയത ഹജ്ജ് ചെയ്യുന്നവരിൽ മാത്രം ഒതുങ്ങുന്നത് ശരിയല്ല. അതിനാണ് ഇസ്ലാം ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യുന്നവരല്ലാത്ത എല്ലാ മുസ്ലിങ്ങൾക്കും നോമ്പ് ഐച്ഛികമായി നിർദ്ദേശിക്കുന്നു. മുന്നിലുള്ളതും പിന്നിലുള്ളതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ ഈ നോമ്പ് കാരണം പൊറുപ്പിക്കപ്പെടും എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. 3-ാമത്തേത് അല്ലാഹു അക്ബർ എന്ന സന്ദേശമാണ്. അതാവട്ടെ പെരുന്നാളിൻ്റെ മാത്രമല്ല വിശ്വാസികളുടെ ലോകത്തിൻ്റെ തന്നെ അടിസ്ഥാനമാണ്. വലിയ ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള 2 ചെറിയ പദങ്ങളാണ് അല്ലാഹു അക്ബർ. അതിനാൽ ഇത് തൻ്റെ പ്രപഞ്ചത്തിൽ എപ്പോഴും പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ആണ് അള്ളാഹുവിൻ്റെ താല്പര്യം. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം മുടങ്ങാതെ ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകമാണ് അല്ലാഹു അക്ബർ. ഭൂമധ്യരേഖയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഇന്തോനേഷ്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സൈബിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സുബഹിക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ ആ ശബ്ദ വീഴ്ചയോടൊപ്പം പിറ്റേന്ന് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള നാം നടന്നു നീങ്ങിയാൽ ഇടവീഴാതെ അല്ലാഹു അക്ബറിൻ്റെ മുഴക്കം കേൾക്കാം. അതിനുവേണ്ടി കൂടിയാണ് നമ്മുടെ ഭൂമി അവൻ ഉരുണ്ടതാക്കിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആ അല്ലാഹു അക്ബർ എടുത്തു പറയുന്ന ദിനങ്ങളാണ് ബലി പെരുന്നാളിൻ്റേത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വളരെ കൃത്യതയോടുകൂടെ തന്നെ ആഴത്തിലുള്ള ഒരു ലേഖനമാണ് പ്രിയങ്കരനായ TH ദാരിമി ഉസ്താദ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറെ സന്തോഷകരമായി ബലിപെരുന്നാൾ നമ്മളിലേക്ക് അടുക്കുകയാണ്. ആ ബലിപെരുന്നാളിൻ്റെ ആ ഒരു ആശംസയും അതിൽ നമ്മൾ വഹിക്കേണ്ട പ്രധാന കർമ്മങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഉളഹിയത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ
പരാമർശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ, ഏറെ സന്തോഷത്തോടെ, അതിലേറെ വ്യക്തമായി തന്നെ കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അൽഹംദുലില്ലാഹ് സന്തോഷം നിറക്കുന്നതാണ്. ഏതായാലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും പടച്ച തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും സുപ്രധാനമായ ഒളിഹിയത്ത് കർമ്മം നമുക്കൊക്കെ എല്ലാവർക്കും ഈ ഒളിഹിയത്ത് കർമ്മത്തിൽ ഭാഗവക്കാകാൻ, അതിൽ അംഗങ്ങളാവാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള സാമ്പത്തികവും മറ്റും അഫിയത്തും ഒക്കെ നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ദിനത്തിൽ പ്രിയപ്പെട്ട TH ദാരിമി ഉസ്താദിൻ്റെ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പെരുന്നാളിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.